ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള, നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ, എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ മുഴുവൻ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മളിതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്ന ടൈം വരേക്കും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കളറ് ഒരുപാട് അങ്ങ് ഡാർക്ക് ആവരുത്, ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് മതി. ഈ ഒരു ഉഴുന്ന് 1-1.5 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കണം. ചെറുപയർ പരിപ്പ് കനം കുറഞ്ഞതും ചെറുതായതുകൊണ്ടും തന്നെ നമുക്ക് ഒരുപാട് നേരിട്ട് വറുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഴുന്ന് കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഇനി 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നെടുത്തിട്ടുള്ള ആ ഒരു അരക്കപ്പ് അളവിൽ ഒരു 1/4 കപ്പോളമാണ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറുപയർ പരിപ്പും നമ്മൾ നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും കളറൊന്ന് വ്യത്യാസമായിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഡാർക്ക് ആവരുത്, ഇത്രയും ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സ്വീറ്റിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജാറിനകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം കൂടെ നമുക്ക് തുടച്ചെടുത്തിട്ട് നല്ലപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും. ഇനിയിപ്പോൾ ഇത് ഞാൻ തൊട്ട് കാണിച്ചു തരാം. നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഞാനിവിടെ 200 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഇത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാനിവിടെ 3 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ സ്പാച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടകളെല്ലാം മാറി ഇനി നന്നായിട്ടൊന്ന് ഇളകി കിട്ടണം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈവിടാതെ വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നല്ല കറക്റ്റ് പരുവത്തിന് റെഡിയായി കിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് അരക്കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പാലും നെയ്യും നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോന്നും അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ചൂടാറിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ആ ഒരു ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോഴാണ്, അതായത് ആ ഒരു പകുതി ചൂടോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ ഇത് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. നല്ല പോലെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇതേപോലുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നാവിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന പോലത്തെ നല്ലൊരു രുചിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.